ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു വീറ്റ് പുട്ടിൻ്റെ റെസിപ്പി ചെയ്താലോ? അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉപ്പൊക്കെ മാവിൻ്റെ എല്ലാ വശത്തും ഒന്ന് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തേങ്ങാവെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങാവെള്ളമാണ്, അപ്പോൾ നമ്മുടെ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അധികം കുഴഞ്ഞു പോകരുത് കേട്ടോ. ഏകദേശം ഈ ഒരു ഇതിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അതിൽ തുള്ളി വെള്ളം ഒന്നും ഉണ്ടാവരുത്. ഇനി അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഡ്രൈ ഒന്നും ആയിട്ടില്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കുന്ന പോലെ ഇളക്കരുത്, ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ, അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി, പിന്നെ തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവി കയറ്റാൻ വെക്കാം, മൂടി വെക്കാം. അങ്ങനെ തന്നെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം പുട്ടെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചൂട് പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ അടച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇനി നമുക്കൊന്ന് കുറച്ചെടുത്ത് നോക്കാം. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട് പുട്ടാട്ടോ. അപ്പോൾ ചൂട് പുട്ട് നല്ല കടലക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.